മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ മഞ്ജുവിനെ കാത്ത് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുല്ലപ്പൂമാലകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. മഞ്ജു അങ്ങനെ മുറിയിലേക്ക് വരുന്നുണ്ട്. മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ തലയിൽ ഞാൻ ഈ മുല്ലപ്പൂ വെച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കും. മഞ്ജു ചോദിക്കും, അതിൻ്റെ ആവശ്യം ഇപ്പം എന്തിനാന്നൊക്കെ ചോദിക്കുന്നു. അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഒരു ഭർത്താവിന് ഒരു ഭാര്യയുടെ തലയിൽ ഒരു മുല്ലപ്പൂ വെക്കാനുള്ള അവകാശമില്ലെന്നെല്ലാം മേഘനാഥൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ദേഷ്യത്തോടുകൂടി തന്നെ മഞ്ജു പറയുന്നുണ്ട്, അതെല്ലാം അവിടെ എങ്ങാനും വെക്കി, ഞാൻ കാലത്ത് ചൂടിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മേഘനാഥൻ പറയുന്നു, ഇപ്പോൾ ഈയിടെയായിട്ട് നീ എന്നെ വല്ലാണ്ട് അവഹേളിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചറിയുന്നു. മേഘനാഥൻ പറയും, അറിയോ നിനക്ക്, ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷത്തിലാണ്. ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇന്ന് മദ്യം പോലും തൊട്ടിട്ടില്ല. അത് നിനക്ക് വേണ്ടി, നിനക്ക് അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് തൊടാതെ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നെല്ലാം മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനെ അടുത്ത് പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നു, ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് മേഘനാഥൻ പറയുമ്പോൾ മഞ്ജു ഒരു ആക്കിച്ചിരി ചിരിക്കുകയാണ്. മേഘൻ പറയുന്നുണ്ട്, ഉണ്ണിക്കുള്ളത് ഉണ്ണിക്ക്, നിനക്കുള്ളത് നിനക്ക്, അത് നമുക്ക് കിട്ടിയിരിക്കും, അതിലൊരു സംശയമില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് മേഘനാഥൻ. ഇത് കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സ്വത്തിലും പണത്തിലൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല എന്ന്. ഇത് കേൾക്കുന്ന മേഘനാഥൻ ചോദിക്കുന്നു, അതെന്താ മോളെ അങ്ങനെ, നിനക്ക് കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ അമ്മ പോലും നിന്നെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട്, അപ്പം അമ്മായി അപ്പോൾ സ്നേഹിക്കുന്നത് സ്വത്തിനെയും പണത്തിനെയൊക്കെ ആണല്ലേ, പിന്നെ നിനക്കെന്താ അതിലൊന്നും നോട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാണ് വെറുതെ ആ കണ്ണനോടും ആ മഹാലക്ഷ്മിയോടും വഴക്കിട്ടതെന്നെല്ലാം മേഘൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കല്യാണശേഷം എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് മേഘനാഥൻ പറയുന്നത്. ഇനി നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഈ വീട് തന്നെ നമുക്ക് സ്വർഗമാക്കാം മോളെ എന്ന് മഞ്ജുവിനോട് പറയാണ്. പിന്നീട് മഞ്ജുവിനോട് ചെറിയൊരു റൊമാൻറ്റിക് മൂഡ് കാണിക്കുകയാണ് മേഘനാഥൻ. അത് കാണുന്ന മഞ്ജുവിന് ആകെ പരിഭ്രമമാവുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മഞ്ജു അവിടുന്ന് തട്ടി മാറ്റി എണീക്കുകയാണ്. അങ്ങനെ മേഘനാഥൻ അത് എന്തോ വല്ലാണ്ടായി തോന്നുന്നു. മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, എന്താ മഞ്ജു, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഒരു പരിഭ്രമത്തോടെ പറയുന്നുണ്ട്, അതെ ഞാൻ മേഘേട്ടനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയിന്ന്. ഇത് കർക്കിടക മാസമല്ലേ, ചിങ്ങമാസം കഴിയുന്നത് വരെ എനിക്കൊരു വ്രതമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഇത് കേൾക്കുന്ന മേഘനാഥൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മ വ്രതം എടുത്താൽ പോലും നീ അത് ചെയ്യാത്ത ആളാണല്ലോ, പിന്നെ അമ്പലത്തിൽ പോകുന്നത് തന്നെ പതിവിൽ കുറവാണല്ലോ എന്നെല്ലാം മേഘനാഥൻ പറയുന്നുണ്ട് മഞ്ജുവിനോട്. അങ്ങനെയുള്ള നീ വ്രതം എടുത്തോ എന്നെല്ലാം ആക്കി ചോദിക്കുകയാണ് മേഘനാഥൻ മഞ്ജുവിനോട് കേട്ടോ. ഇത് കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട്, ജീവിതം വഴിമുട്ടി തുടങ്ങുമ്പോഴാണല്ലോ ഓരോരുത്തരും ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ എടുക്കുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മേഘനാഥൻ ആകെ ഒന്ന് സംശയത്തോട് മഞ്ജുവിനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യാണ്. പിന്നീട് മേഘനാഥനോടായിട്ട് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഞങ്ങൾ സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് റോഡിന് മുന്നിൽ ഒരു പെൺകുട്ടി പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതാരാണെന്നും ഞങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സാറേ, വേറെ ആരുമല്ല, നമ്മൾ ചിതകൂട്ടി കത്തിച്ച ആ പെൺകുട്ടി തന്നെയായിരുന്നു എന്ന് മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഗുണ്ടകൾ. അങ്ങനെ മേഘനാഥൻ വീടെത്തുന്നുണ്ട്. പക്ഷേ കാറിന് എന്തോ തകരാറ് മൂലം അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബോണറ്റെല്ലാം തുറന്ന് മേഘനാഥൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയം മേഘനാഥൻ്റെ പിന്നിൽ നിന്നും ഒരു വലിയ സ്വരത്തോടുകൂടി തന്നെ, എന്ത് പറ്റി, കാർ സ്റ്റാർട്ടാകുന്നില്ല എന്നെല്ലാം ചോദിക്കുന്നു. മേഘനാഥൻ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ മഹാലക്ഷ്മി മേഘനാഥനെ നോക്കി അട്ടഹസിച്ചിരിക്കുന്നത് കണ്ടതോടുകൂടി മേഘനാണെങ്കിൽ അലറി വിളിച്ചുകൊണ്ട് അബോധാവസ്ഥയിലായി പോവുകയാണ്. ഇത് കേൾക്കുന്ന വാമനും സീമന്തിനിയും നെട്ടി എഴുന്നേൽക്കുന്നു. അത് മേഘൻ്റെ ശബ്ദമല്ലേ എന്ന് വാമൻ പറയുന്നുണ്ട്. അങ്ങനെ സീമന്തിനിയും വാമനും കൂടെ വന്ന് പുറത്തെല്ലാം നോക്കുമ്പോൾ മൊത്തം ഇരുട്ടാണ്. ആ സമയം മേഘൻ്റെ കാലിൽ തടഞ്ഞ് വാമൻ വീഴാൻ പോകുന്നു. അങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ മേഘനാഥനാണ് അബോധാവസ്ഥയിൽ അവിടെ കിടക്കുന്നത് കാണുമ്പോൾ സീമന്തിനിയും ഒച്ചയിൽ അലറി വിളിച്ച് കരയുന്നുണ്ട്, മോനെ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ശത്രുപക്ഷത്തിന് ഒന്നടക്കം ഓരോരുത്തർക്കായിട്ട് പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. മാർക്കോയുടെ പ്ലാനുകൾ അങ്ങനെ വർക്കൗട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും മഹാലക്ഷ്മി ഒരു പ്രേതത്തിൻ്റെ രൂപത്തിലാണ് എല്ലാവരും മുന്നിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ലൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.